ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. കുറേ അധികം നഷ്ടങ്ങളുടെ കഥ പറയുന്ന അധ്യായമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ആടിന് നഷ്ടമാകുന്നു, നാണയം നഷ്ടമാകുന്നു, മകന് നഷ്ടമാകുന്നു. ഇത്തരം നഷ്ടങ്ങളുടെ കഥ പറയുമ്പോഴും അല്ലാത്തൊരു വരി നമ്മളെ വിഷമിപ്പിക്കും. അതൊരു സ്ത്രീക്ക് നഷ്ടമായ നാണയത്തിൻ്റെ കഥ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു വരിയുണ്ട്. അത് വീടിനകത്ത് കളഞ്ഞു പോയ നാണയമാണ്. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ ഉറ്റവർ കളഞ്ഞു പോകുന്നത് ഈ പുറയിടങ്ങളിൽ വെച്ച്, അവരുടെ തൊഴിൽ സ്ഥലത്തോ അവരുടെ സുഹൃത്ത് ബന്ധങ്ങളിലോ അവരൊരുമിച്ച് മദ്യപിച്ച ഇടങ്ങളിലോ അവരുടെ വഴിതെറ്റിയ ബന്ധങ്ങളിലോ ഒക്കെ ആണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം മനുഷ്യർ നഷ്ടമാകുന്നത് അവരുടെ വീടിനകത്ത് തന്നെ. അതിൻ്റെ ഇരുട്ടിലും പൊടിയിലുമൊക്കെ അവരെവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്. അവരെ വീണ്ടെടുക്കുമ്പോളം നമുക്ക് എങ്ങനെയാണ് മനഃശാന്തി ഉണ്ടാവുക? യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ ആ സ്ത്രീ അതിനെക്കുറിച്ച് വല്ലാതെ ആഗ്രഹപ്പെടുകയാണ്. അത് കിട്ടുമ്പോൾ അവൾക്ക് സ്വസ്ഥതയില്ല. എനിക്ക് തോന്നുന്നു എല്ലാ നഷ്ടങ്ങളുടെയും ഏറ്റവും കഠിനമായ വേദന അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അവരെ നിങ്ങളെ സമാശ്വാസ വാക്കുകൾ കൊണ്ട് രക്ഷിക്കാനാവില്ല. ഒരമ്മ, ആ അമ്മയ്ക്ക് 7 മക്കളുണ്ട്. അതിലൊരാൾ ഇത്തിരി കൈവിട്ടുള്ള കളിയിലാണ്. നിങ്ങൾ നല്ല അയൽക്കാരെന്ന നിലയിൽ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാൻ, അമ്മ നിങ്ങൾക്ക് 7 മക്കളില്ലേ, 6 പേരും വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ എത്തിയല്ലോ, എന്തുമാത്രം ലോകത്തിന് പ്രിയപ്പെട്ട മക്കളായി, അതിലൊരുവൻ ഒന്ന് വഴിമാറിപ്പോയതിനെക്കുറിച്ച് അമ്മ എന്തിനാ ഇത്രയും ആകുലപ്പെടുന്നു പറഞ്ഞെന്നാൽ ഒരമ്മയെന്ന നിലയിൽ ഈ വാക്ക് നിങ്ങൾക്ക് സാന്ത്വനം തരുമോ? അമ്മയ്ക്ക് 7 പൊന്നാണയോ? 7 പൊന്നാണയങ്ങളെയും കിട്ടാതെ അമ്മ എങ്ങനെ സ്വസ്ഥതയിലായിരിക്കുക? സ്ത്രീകളാ ഈ കളഞ്ഞുപോയ പൊന്നാണയങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്നത്. അത് കിട്ടുമ്പോൾ അവർക്ക് സ്വസ്ഥതയില്ല. എനിക്ക് ഈ കളഞ്ഞുപോയ നാണയങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വചനഭാഗം വായിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കഠിനമായിട്ട് മദ്യപിക്കുന്ന പുരുഷന്മാരെക്കുറിച്ചുള്ള സ്ത്രീകളുടെ ആകുലതകളെക്കുറിച്ച് ഓർമ്മ വരുന്നു. പലപ്പോഴും അവർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഉത്കണ്ഠയുണ്ട്, ഇവരുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമോ? എന്നിട്ടും ഓരോ ധ്യാന ഇടങ്ങളിലും ഓരോ കൺവെൻഷൻ ഇടങ്ങളിലും ഓരോ നൊവേനപ്പള്ളിയിലും തങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയിലുമൊക്കെ ഈ സ്ത്രീകൾ മുമ്പോട്ട് പോവുകയാണ്. അവരുടെ ആ ഒരു ഒപ്റ്റിമിസം കാണുമ്പോൾ ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് അവരെ നിരുത്സാഹപ്പെടുത്താനാണ് തോന്നുക. പക്ഷേ എങ്ങനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തും? ആ നാണയം തിരികെ കിട്ടാതെ അവൾക്ക് എങ്ങനെയാണ് ശാന്തി ഉണ്ടാവുക? നാണയങ്ങൾ എന്ന് പറയുന്നത് ഈ മൂല്യവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. എനിക്ക് തോന്നുന്നു മനുഷ്യർ നാണയങ്ങളായിട്ട് അനുഭവപ്പെടുന്നത് വീടിനകത്ത് മാത്രമാണ്. വീടിന് പുറത്ത് അവർക്കൊരു മൂല്യമില്ല. ഉത്സവപ്പറമ്പിലെത്തിയ, റെയിൽവേ സ്റ്റേഷനിലെത്തിയ നിങ്ങൾക്ക് എന്താണ് ഒരു നിലനിൽപ്പുള്ളത്? പരമാവധി സ്ത്രീ പുരുഷൻ എന്ന ഒരു ജെൻഡർ സവിശേഷതയല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്? ഒരു മിനിറ്റ് ഒന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്ന് നോക്കുക, നിങ്ങൾക്കൊരു മൂല്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടാകുന്ന ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ്. വീടിനകത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏതോ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, അവളുടെ പുരുഷനാണ്, വയോധികരായ മാതാപിതാക്കന്മാരുടെ മകനാണ്. മനുഷ്യന് മൂല്യം കിട്ടുന്നത്, അവനെ പൊന്നാണയമായിട്ട് ഗണിക്കുന്ന ഏക ഇടം വീട് മാത്രമാണെന്ന് തോന്നുന്നു. എന്നിട്ടും ആ വീടിനകത്ത് അയാൾ കളഞ്ഞു പോകുക എന്ന് പറയുന്ന വലിയ ദുരന്തം കാത്തു നിൽപ്പുണ്ട്. ഒരു ചിത്രം കണ്ടത് ഓർക്കുന്നുണ്ട്, വല്ലാതെ ഭാരപ്പെടുത്തിയ ചിത്രമാണ്. തൂക്കുമരത്തിലേക്ക് വിധിക്കപ്പെട്ട ചെറുപ്പക്കാരനാണ്, ജയിലിലാണ്. അതിനിടയിൽ അയാളുടെ അമ്മ മരിക്കുന്നു. അമ്മയെ കാണാനായിട്ട് ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ വീട് അയാളെ സ്വീകരിക്കുന്നില്ല. വീടിൻ്റെ സൽപ്പേരുടച്ചു കളഞ്ഞ് വീടിന് മീതെ വലിയ അപമാനം വരുത്തിയ ഈ ചെറുപ്പക്കാരനെ സ്വീകരിക്കേണ്ട ബാധ്യത വീടിനില്ല. വീടൊരുതരം ഹോസ്റ്റിലിറ്റിയോടുകൂടിയാണ്, ഒരുതരം പകയോടും വെറുപ്പോടും കൂടിയാണ് ഈ ചെറുപ്പക്കാരനെ കാണുക. അപ്പോൾ അയാൾക്ക് തൻ്റെ ദുരന്തം പൂർണ്ണമായെന്ന് ഏകദേശം പിടുത്തം കിട്ടി. വീട് സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ നിലനിൽപ്പുള്ളത്? വീട് കാത്തിരിക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് മടങ്ങിപ്പോകേണ്ടത്? അപ്പോൾ വല്ലാതെ ഈ വെള്ളത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മത്സ്യത്തെ കണക്ക് ഇയാൾ പെടയുക. പിന്നെ അമ്മയുടെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സംസ്കാര യാത്രയെ ഇങ്ങനെ പിന്തുടരുന്നതിന് പകരമായിട്ട്, അനുധാവനം ചെയ്യുന്നതിന് പകരമായിട്ട് ഇയാൾ ചെയ്യുന്നത് വേറൊരു വളരെ സ്ട്രെയിഞ്ചായൊരു കാര്യമാണ്. അയാളൊരു ക്യാമറ എടുത്തിട്ട്
വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഇങ്ങനെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യുക, കൃത്യമായിട്ട് അതിനിങ്ങനെ ചിത്രത്തിലാക്കുക. പിന്നെ പുറത്ത് നിന്ന് പല ആംഗിളിൽ നിന്ന് എന്നിട്ട് അതേ ക്യാമറ വീടിനകത്ത് ഉപേക്ഷിച്ചിട്ട് വളരെ നിസ്സഹായനായ ഒരാളെ കണക്ക് ജയിലിലേക്ക് മടങ്ങിപ്പോയി തൻ്റെ ആ ചെറിയ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. ഈ ക്യാമറ എന്തൊരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം. ഓരോ ആംഗിളിലും ഇങ്ങനെ ഇയാൾ വീടിനെ കാണുന്നത് എന്തുകൊണ്ടാണ്? തനിക്ക് തൻ്റെ വീട് നഷ്ടമായത് എപ്പോഴാണെന്നും വീടിന് തന്നെ നഷ്ടമായതും എവിടെയാണെന്നും ഒക്കെ അയാൾ ഈ ക്യാമറയുടെ ലെൻസിലൂടെ പരിശോധിക്കുകയായിരുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ വീടിൻ്റെ ഏത് മൂലയ്ക്ക് വെച്ചാണ് നമ്മൾ നഷ്ടമായത്. ആ ഇടനാഴിയിൽ വെച്ചോ, അതോ പരസ്പരം സംസാരിക്കാതെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഡൈനിങ് ടേബിളിൽ വെച്ചോ, അതോ ഒരു സ്പർശത്തിൻ്റെ ഭംഗി കൈമാറാനായിട്ട് നമ്മൾ മടിക്കുകയും പേടിക്കുകയും ചെയ്ത് നമ്മുടെ ശയനമുറി വെച്ചോ, അതോ നമ്മൾ മോശപ്പെട്ട പുസ്തകങ്ങൾ വായിച്ച ആ ചെറിയ ആ വായനാമുറി വെച്ചോ, എവിടെയൊക്കെ വെച്ചാണ് നഷ്ടമാവുക? വീടെന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സരളമായ ഒന്നായിട്ടല്ല തോന്നുന്നത്. 4 ചുമരും മേൽക്കൂരയും മാത്രമുള്ളതല്ല വീട്. രാവണം കോട്ട കണക്കാണ്. പെട്ടുപോകുന്ന പലർക്കും അതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നും തളർന്നുമൊക്കെ അവർ കടന്നു പോകുന്നു. വീടിനകത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് ഓരോരുത്തർക്ക് നഷ്ടമായിട്ടുള്ളത്. ഒരു ബന്ധു എൻ്റെ ചെറിയ പ്രായത്തിലാണ് ആത്മഹത്യ ചെയ്തു. ജ്യേഷ്ഠൻ എന്ന് തന്നെ വിളിക്കാവുന്ന അത് അത്ര അടുപ്പമുള്ള ബന്ധമാണ്. എനിക്കതിന് മുഴുവൻ വിശദാംശങ്ങളൊന്നും ഓർമ്മയില്ല. എനിക്ക് ആകപ്പാട് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞു കാര്യം, ഈ മരിക്കുന്നതിൻ്റെ തലേരാവിൽ അയാളുടെ മുറിയിൽ നിന്ന് ഒരു സിനിമാ ഗാനത്തിൻ്റെ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് അയാളത് കേട്ടുകൊണ്ടിരുന്നു. ഓർമ്മയിൽ ഒരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം. പിറ്റേന്ന് പുലരിയിൽ കളങ്കാലിയാക്കിയാണ്. ആ രാത്രിയിൽ എന്തൊക്കെയായിരിക്കും ആ മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടാവുക? എവിടെ വെച്ചാണ് അയാളുടെ ഓർമ്മകളും അയാളുടെ ജീവിതത്തിൻ്റെ ഭംഗികളും ഋതുക്കളുമൊക്കെ അയാൾക്ക് നഷ്ടമാവുക? അപ്പോൾ എല്ലാത്തിനെയും വീണ്ടെടുക്കുന്ന, എല്ലാത്തിനും സ്തുതിഗീതങ്ങളും സ്തോത്രഗീതങ്ങളും കരുതി വെക്കുന്ന ഇടമൊന്നുമല്ല വീട്. വീടിൻ്റെ ഓരോ ഇടങ്ങളിൽ വെച്ച് പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ മനുഷ്യൻ നഷ്ടമാവുന്നുണ്ട്. ഒരു ഏറ്റവും ലളിതമായ ഉദാഹരണം, മദ്യപിക്കുന്ന ഒരാൾ, ഒരു സോഷ്യൽ ഡ്രിങ്ക് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു ക്രോണിക്കായിട്ട് ഒരു ആൽക്കഹോളിക്കായിട്ടുള്ളൊരു വ്യക്തിയെ എടുക്കുക. അയാൾ നിശ്ചയമായിട്ടും ആ വീടിനകത്ത് നഷ്ടപ്പെട്ട ഒരാളല്ലേ. ആ വീടിനകത്ത് ഏത് സന്തോഷങ്ങൾ അയാൾക്ക് പങ്കുചേരാൻ പറ്റും? ഒരു ക്രിസ്മസ് ദിനത്തിന് നിശ്ചയമായിട്ടും നിങ്ങൾ എന്തുമാത്രം ശ്രദ്ധയോടും കരുതലോടും കൂടി രാത്രി മുഴുവൻ ഇരുന്ന് നിങ്ങളുണ്ടാക്കി തീർത്ത ആ പലഹാര തരങ്ങളാണ്. അത് ഭക്ഷിക്കാനായിട്ട് അയാൾ എപ്പോഴാണ് എണീറ്റ് വരുന്നത്? അഥവാ അത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ രുചികളെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ എളുപ്പമാണോ അയാളുടെ ഒരു രൂപപ്പെടുത്തിയ ജീവിതശൈലി? രുചികൾ പോലും നഷ്ടമാവുക, രുചിയും അഭിരുചികളും നഷ്ടമാവുക. എന്താ നഷ്ടമാകാത്തത്? എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഒരു മദ്യപാനി ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ നിശ്ചയമായിട്ട് അതിനിടാവുന്ന പേര് എൻ്റെ നഷ്ടപ്പെട്ട സമ്പത്സങ്ങൾ തന്നെ, മൈ ലോസ്റ്റ് ഇയേഴ്സ്. ആത്മാഭിമാനം, ഒരിത്തിരി മദ്യപിച്ചതിൻ്റെ പേരിൽ മാത്രം അയാൾക്ക് തലകുനിച്ചതായിട്ട് നിൽക്കേണ്ടി വരിക, അയാളുടെ ഉറ്റവർ ഇങ്ങനെ വല്ലാത്ത ഭയാശങ്കയിലുള്ളായിരിക്കുക, ഇനി അച്ഛനെന്താണ് പറയുന്നതെന്ന് ഭയന്നിട്ട് ഉത്കണ്ഠയോടെ അയാളുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുക, സ്വന്തം പരിസരവും ഉറ്റവരുമൊക്കെ ഇങ്ങനെ കാൽച്ചുവട്ടിൽ നിന്ന് വഴുതിപ്പോകുന്ന അറിയാതെ പോകുന്ന മനുഷ്യർ. മദ്യപാനം പരാമർശിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല, ഒരു വളരെ കൃത്യമായ ഒരു ഉദാഹരണം കാട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ വീടിനകത്തായിരിക്കുമ്പോഴും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ. ഒരമ്മ ഒരു വ്യാകുലത പങ്കുവെച്ചു. അവരിങ്ങനെ കുഞ്ഞിൻ്റെ വസ്ത്രം അലക്കാനായിട്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്ന മോനെ വസ്ത്രം അലക്കാനായിട്ട് ഇങ്ങനെ വാഷിംഗ് മെഷീനിലോട്ട് അതിങ്ങനെ കുടഞ്ഞിടുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് അവർക്ക് തീരെ പരിചയമില്ല, എന്നാൽ അവരുടെ ബുദ്ധി കൊണ്ട് പിടുത്തം കിട്ടുന്ന ഒരു സ്റ്റഫിൻ്റെ മണം കിട്ടിയ അത് അവൻ്റേതായിരിക്കരുതെന്നും അത് ആ മയക്കുമരുന്നായിരിക്കരുതെന്നുമൊക്കെ അമ്മ പ്രാർത്ഥിക്കുക. നമുക്ക് അവനോട് ചോദിക്കാൻ പേടിയാണ്. ചോദിച്ചിട്ട് അത് അങ്ങനെ തന്നെയാണെന്ന് അവൻ പറഞ്ഞാൽ അമ്മ ഇനി എന്നാ ചെയ്യും? അങ്ങനെ അവനോട് ചോദിക്കാതെ ഈ സ്ത്രീ ഏകദേശം ഇങ്ങനെ വിഷാദത്തിൻ്റെ വക്കിലെത്തിയിരിക്കുക. അവർക്ക് മിണ്ടാട്ടമില്ല. അപ്പോൾ അറിഞ്ഞും അറിയാതെയും അഹന്ത കൊണ്ടും അശ്രദ്ധ കൊണ്ടുമൊക്കെ എന്തുമാത്രം പൊന്നാണയങ്ങളാണ് ഈ വീടിനകത്തൊക്കെ നഷ്ടമാവുക. നഷ്ടപ്പെട്ടവയുടെ വീടെന്ന പേരിൽ ഒരു കവിതയുണ്ട്. ലോസ്നെസ് എന്ന് പറയുന്നൊരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തെ,
വല്ലാത്തൊരു വിധിയെ വളരെ കൃത്യമായിട്ട് അപഗ്രഥിക്കുന്ന, വളരെ കൃത്യമായിട്ട് പെയ്തു പെറുക്കുന്ന ഒരു കവിതയാണ്. എന്താ നഷ്ടമാകാത്തത്? ഓർമ്മകൾ നഷ്ടമാകുന്നു. ഓർമ്മകൾ നഷ്ടമാകുന്നതുകൊണ്ടല്ലേ നമുക്കിടയിൽ ഈ പഴയ അടുപ്പങ്ങളില്ലാതെ പോയത്. ഒരിക്കൽ എന്തുമാത്രം ഒരുമിച്ച് ജീവിച്ചിരുന്നവർ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ, തണുപ്പ് വരുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയവർ, വെറുതെ വീടിനകത്ത് വയോധികനായ നിങ്ങളുടെ അപ്പൻ ഒരു ഒസ്യത്ത് എഴുതാനായിട്ട്, ഒരു വിൽപ്പത്രം എഴുതാനായിട്ട് ഒരു പേന അന്വേഷിക്കുമ്പോൾ തീർന്നു ഓർമ്മകളൊക്കെ. അപ്പോൾ ഇങ്ങനെ കാലം കൂടുതൽ അനുഭവങ്ങൾ നമ്മളെ ശുഭാപ്തി എന്ന് പറയുന്നൊരു കാര്യം തരുന്നില്ല. മനുഷ്യരുടെ ഓർമ്മകളൊക്കെ വളരെ ഷോർട്ട് ലിവ്ഡായിട്ട് തോന്നുന്നു. ഓർമ്മകൾ, ക്ലിനിക്കലായിട്ടുള്ള നഷ്ടമാകുന്ന ഓർമ്മകൾ അവിടെ നിൽക്കട്ടെ, അതും ആ കഠിനമായൊരു തലവിധിയാണ്. പക്ഷെ മനുഷ്യൻ വേണ്ടെന്ന് വെക്കുന്ന ഓർമ്മകൾ എന്നാ ചെയ്യും? അതിന് എന്തിനെ പഴിക്കാനാണ്, ആരെ പഴിക്കാനാണ് ഉള്ളത്? അല്ലെങ്കിൽ ബാല്യം നഷ്ടമാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അപക്വതയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാല്യം നഷ്ടമാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നുന്നൊരു വികാരം ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ തെറ്റ് അവർ നമ്മുടെ വീട്ടിൽ പറഞ്ഞുള്ള, അത് വല്ലാത്തൊരു തെറ്റായിപ്പോയി. കാരണം നമ്മളിപ്പോഴും മുതിർന്നവരായിട്ടില്ല. പരസ്പരം കലഹിക്കുന്ന, പരസ്പരം തർക്കിക്കുന്ന, ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ വാതുവെക്കുന്ന, മത്സരിക്കുന്ന, വളരെ ശക്തമായ അഹമുള്ള ചെറുപ്പം അപ്പൻ്റെയും അമ്മയുടെയൊക്കെ കുഞ്ഞുങ്ങളായി പിറന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാലത്തിലെ കുഞ്ഞുങ്ങളുടെ ദുര്യോഗം. പഴയ നിയമത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ പഴയ നിയമത്തെയൊക്കെ രൂപപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട എല്ലാ മനുഷ്യരും, പുതിയ നിയമത്തിലെ യോഹന്നാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും ജനിക്കുന്നത് അവരുടെ മാതാപിതാക്കന്മാരുടെ വാർദ്ധക്യത്തിലാണ്. എന്താ അതിൻ്റെ സൂചന? നല്ല പക്വതയിൽ മാത്രമാണ് ഈ കുഞ്ഞുമക്കളിൽ ലഭിക്കേണ്ടത്, വരെ വളർത്തിയെടുക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇങ്ങനെ പ്രവൃത്തി കൊണ്ടും മനോഭാവം കൊണ്ടും ബാല്യകൗമാരങ്ങൾ വിട്ടിട്ടില്ലെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അപക്വമായ നമ്മുടെ ദാമ്പത്യത്തിലേക്ക് വിരുന്നു വന്ന പാവം കുഞ്ഞുങ്ങൾ, അവർക്ക് ആ കൃത്യമായിട്ട് ബാല്യമോ അതിൻ്റെ കൗതുകങ്ങൾ കിട്ടുന്നുണ്ടോ? നമ്മുടെ ശാഠ്യങ്ങളുടെ ഇരകളാവുകയല്ലേ ചെയ്യുന്നത്. അവർ 1-2 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ നമ്മൾ അവരുടെ ജീവിതത്തെ എന്തുമാത്രം കഠിനമാക്കുന്നുണ്ട്. അവർക്ക് നിരക്കുന്ന എന്തെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. ഏതൊരു ആവറേജായ കുട്ടിയും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ മെഡിസിൻ എടുത്തേ പറ്റുമെന്നുള്ള, അത്രയും വൈദ്യന്മാർ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ അല്ലെങ്കിൽ അതിന് പറ്റുന്ന വിധത്തിൽ ഒരു താല്പര്യമോ ആഭിമുഖ്യമോ ഉള്ളതാണോ നിങ്ങളുടെ കുഞ്ഞ്? അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളാണ് കുഞ്ഞുങ്ങളൂടെ നമ്മൾ ഇങ്ങനെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. ഫലത്തിൽ എന്നാ സംഭവിക്കുന്നു? ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സിന് കൊണ്ടുപോയി ചേർക്കുന്നു, റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ കഠിനമായ നിരാശയിൽ ഈ പറയുന്ന 199 കുഞ്ഞുങ്ങളുടെയും ജീവിതം കടന്നു പോകുന്നു. അവരുടെ കൗതുകങ്ങൾ, അവരുടെ ജീവിതാഭിമുഖ്യങ്ങളെ രൂപപ്പെടുത്തേണ്ട യാത്രകൾ, വായനകളൊക്കെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഇങ്ങനെ കളഞ്ഞു പോകുന്ന ബാല്യമുണ്ട്. അതിങ്ങനെ വല്ലാത്ത വിഷമത്തിനാൽ നമ്മൾ രൂപപ്പെടുന്ന നമ്മുടെ ബാല്യത്തിലാണ്. ഒരാളും പിന്നീട് അതിന് മീതെ ഒന്നും രൂപപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ആരോ പറയുന്ന കണക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നീട് പഠിച്ച കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നമുക്ക് കാര്യമായിട്ട് ഉപയോഗപ്പെട്ട കാര്യങ്ങളല്ല. പിന്നെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മെമ്മറി പോലും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലാണ് നമ്മൾ രൂപപ്പെടുന്നത്. നമ്മൾ രൂപപ്പെടുന്ന പ്രായത്തിനകത്ത് നമ്മുടെ മീതെ അത്രയും ശ്രദ്ധയൊക്കെ നമ്മുടെ ചുറ്റിനുമുള്ള മുതിർന്നവർ പുലർത്തിയിരുന്നു. അങ്ങനെ എണ്ണി തീരാനാവാത്ത വിധത്തിൽ നഷ്ടങ്ങളുടെ ലുത്തീനിയായിട്ട് വീട് മാറുന്നു. ഋതുക്കൾ നഷ്ടമാകുന്നു. ഋതുപണ്ടെങ്കിലുള്ള കണക്ക് എണീറ്റ് വരുമ്പോഴേക്കും കാലം മാറിപ്പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് വീടിനകത്തുള്ള നമ്മുടെ പ്രായമായ അപ്പനും അമ്മയും ഒക്കെ ഈ വാർദ്ധക്യത്തെ ഇത്രയും ഭയപ്പെടുന്നത്? വാർദ്ധക്യം മോശപ്പെട്ട കാര്യമൊന്നുമല്ല. വേദപുസ്തകത്തിലൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ നരച്ച മുടിയെന്നൊക്കെ പറയുന്നത് വലിയ അലങ്കാരമായിട്ട് എടുക്കേണ്ടതാണ്. എന്നിട്ടും മുടി നരച്ചതാണെന്നുള്ളതും ഇങ്ങനെ വല്ലാതെ കൂനിപ്പോയതുമൊക്കെ അവരിത്രയും സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള അവരുടെ ആകുലതകളല്ല, മറിച്ച് ഈ വയസ്സാകുന്നതനുസരിച്ചിട്ട് അവർ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്കൊരു തോന്നൽ വരുന്നു. 7th കാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജാപ്പാനീസ് ഫിലിമുണ്ട്. 2 വയോധികരായ മനുഷ്യർ ഇങ്ങനെ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക. ആ ചിത്രത്തിനകത്ത് വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന, അവരൊരു പ്രത്യേകതരം വീഞ്ഞു കുടിക്കുന്ന മനുഷ്യരെ കാണിക്കുന്ന, ആ വീഞ്ഞു കുടിക്കുന്ന വഴി അവർക്ക് അവരുടെ യൗവനം തിരികെ കിട്ടുന്നു. ഈ ഒരു
ആ ചിത്രം കണ്ടിട്ട് തങ്ങൾക്ക് നഷ്ടമായി പോയ ശ്രദ്ധ, തങ്ങൾക്ക് നഷ്ടമായി പോയ പരിഗണന ഒക്കെ തങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം യൗവനത്തെ തിരികെ പിടിക്കുകയാണെന്നൊക്കെ ഓർത്തിട്ട് ഈ രണ്ട് വയോധികരായ മനുഷ്യർ കാട് കയറി. അപ്പോൾ ആ യൗവനത്തെയൊക്കെ പോലും ഇത്രയും ശക്തമായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ഒരുപക്ഷെ അനുപാതമില്ലാതെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ വാസ്തവത്തിൽ ഈ പറയുന്ന നഷ്ടമായ ഒരു വാല്യൂവിനെ കുറിച്ചുള്ള പേടിയുണ്ടാണ്. തങ്ങൾക്ക് മൂല്യമില്ലാത്തതായിട്ട് തോന്നുന്നു, തങ്ങളുടെ വാക്കുകൾക്ക് കാര്യമായ പരിഗണന ലഭിക്കാത്തതായിട്ട് തോന്നുന്നു. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ വരാൻ വൈകുന്നതിനെക്കുറിച്ച് നിശ്ചയമായിട്ട് അവളോട് പറയും, ഇന്ന് ഞാൻ വരാൻ വൈകും. പക്ഷേ നിങ്ങളുടെ വീടിനകത്തെ വയോധികരായ മാതാപിതാക്കന്മാരോട് പറയുന്നില്ല. രാത്രിയിൽ എപ്പോഴും ഈ പ്രായമുള്ള അപ്പൻ വന്നിട്ട് നിങ്ങളുടെ കിടപ്പുമുറിയിൽ വന്നിട്ട് കൊട്ടിയിട്ട് ചോദിക്കുകയാണ്, ശാന്തി അവൻ വല്ലതും പറഞ്ഞു? ഒവ്വച്ച ഇന്ന് വരാൻ വൈകുമെന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയോടും പറഞ്ഞുകൂടാ? ഓർത്താൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ, ഈ ഭൂമിയിൽ സംഭവിക്കുന്ന മുഴുവൻ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്ന വീടിനകത്ത് നഷ്ടങ്ങൾ. ഈ നഷ്ടങ്ങളെ വീണ്ടെടുക്കുവോളം നമുക്കെങ്ങനെ മനസ്സമാധാനം ഉണ്ടാവുക? നഷ്ടങ്ങളുടെ കാരണം പലതാവാം. ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ച് നമ്മുടെ ഒരു അപക്വതയുണ്ട്, നമ്മുടെ അശ്രദ്ധയുണ്ട്, നമ്മുടെ അഹന്തയുണ്ട്, നമ്മുടെ അജ്ഞതയുണ്ട്. അജ്ഞതയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. കാരണം ഇപ്പോഴും നമുക്കറിയത്തില്ല എങ്ങനെയാണ് ഓരോരുത്തരെയും സ്നേഹിക്കേണ്ടെന്ന്. നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, മീനെ നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല, കിളികളെ പറക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത്രയും സ്വാഭാവികമായിട്ട് മനുഷ്യർ ജീവിക്കാൻ പറ്റുമെന്നും അവനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, തോന്നലാണ്. ഇതൊക്കെ ഒരു സാധനയുടെയോ ലേണിങ്ങിൻ്റെയോ ഒക്കെ കൂടിയൊരു കാര്യമാണ്. പണ്ടിങ്ങനെ വിവാഹത്തിന് വേണ്ടിയുള്ള കോഴ്സൊക്കെ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ സഭ കേട്ട വലിയൊരു ആരോപണം അതായിരുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടി എന്തിനാ കോഴ്സ്? അതിനകത്ത് പങ്കുചേർന്ന ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പറയട്ടെ, തനിക്ക് ആ കോഴ്സ് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നെന്ന്. കാര്യങ്ങൾ കുറേ മനസ്സിലാക്കാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ ഒടുവിൽ ഒരു വളരെ ചെറുപ്പക്കാരൻ തോന്നിക്കുന്ന അധ്യാപകൻ കൂടിയായ ഒരു വ്യക്തി എണീറ്റിട്ട് പറയുകയാണ്, ഒന്നുണ്ടെങ്കിലും ഒലക്കൊണ്ട് അടിക്കണമെന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒലക്കൊണ്ട് അടിച്ച കുട്ടി അവനെങ്ങനെയാണ് വീടിനകത്തൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുക? നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും നമ്മുടെ അരക്ഷിതമായ ആ ഒരു ബാല്യത്തിൽ നിന്നാണ്. നമ്മൾ എന്താ മനസ്സിലാക്കാത്തത്? ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതത്വം അനുഭവിച്ച ഒരു കുട്ടിയും ലോകത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. നമ്മുടെ ബാല്യങ്ങളാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു സമാനത ഒരു പുസ്തകത്തിൽ വായിച്ചു കേട്ട കണക്കാണ്, ഈ ഭൂമിയിലെ ഈ ഗുരുക്കന്മാരെന്നൊക്കെ പറയുന്നത് വീടിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ അപ്പൻ്റെ സ്നേഹം കിട്ടാതെ പോയ ആൾക്കാരാണെന്ന് പറയുന്നത്. പല കാരണങ്ങളുമുണ്ട്. ഇപ്പം കൃഷ്ണയുടെ കാര്യം പറയുമ്പോൾ കൃഷ്ണയുടെ അച്ഛൻ ഇങ്ങനെ ജയിലിലായിട്ടാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. മുഹമ്മദ് നബിയുടെ ബാപ്പ ഇങ്ങനെ കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു. യേശുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൗമാരത്തിൽ യേശുവിന് അപ്പനെ നഷ്ടമായെന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പന് നഷ്ടമായ കുഞ്ഞുങ്ങൾ. പക്ഷെ അവരൊക്കെ വലിയ മനുഷ്യരായതുകൊണ്ട് അവരിത്തരം നഷ്ടങ്ങളിൽ തകർന്നു പോയില്ല, അവരതിനകത്ത് അടിഞ്ഞു പോയില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ ഇങ്ങനെ പകച്ചു നിന്നില്ല അവരുടെ ബാല്യം. പകരം അവരതിന് മീതെ പോയി. അവരതുകൊണ്ട് സകലത്തെയും നയിക്കുന്ന ഒരു അപ്പനിലേക്ക് കുറേ കൂടി കണ്ണുയർത്തി നോക്കി. പരാശക്തിയിലും പഞ്ചഭൂതങ്ങളിലുമൊക്കെ അപ്പനെ തിരഞ്ഞു. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യർ, നമുക്ക് ഈ നഷ്ടങ്ങളെ പരിഹരിക്കാൻ അറിയില്ല. നമുക്ക് ആകപ്പാടറിയാവുന്നത് നഷ്ടങ്ങളിൽ ഇങ്ങനെ മനധൈര്യം നഷ്ടപ്പെട്ട് കൂഞ്ഞു പിടിച്ച് ഇങ്ങനെ പഴയ മെറ്റഫോർസിസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ കഥാപാത്രത്തെ കണക്ക് കീടമായിട്ട് തീരുക എന്നുള്ളതാണ്. ആ പുസ്തകം മിക്കവാറും വായനയിൽ താല്പര്യമുള്ളവരുടെ മനസ്സിലുണ്ടാകും. ഗ്രിഗർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീടിനകത്ത് അയാൾ അവഗണിക്കപ്പെടുക. അയാളുടെ മീതെ ആർക്കും ഒരു ശ്രദ്ധയില്ല, അയാൾക്ക് ഒരു പരിഗണനയുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യം കൂടിയാണിത്. എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക പ്രത്യേകത ഉള്ള ഒരാൾ, ശകലം പൈത്യത്തിൻ്റെ തുടക്കമുള്ള ഒരാളെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ അവഗണിച്ചും അയാൾക്ക് നൽകാവുന്ന ചെറിയ ചികിത്സയോ ഇച്ഛാശക്തിയോ ഒന്നിനകത്തും അയാളെ വീണ്ടെടുക്കാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അയാളെ വെറുതെ വിട്ട് കളയുക. എന്നിട്ട് ഓരോ ദിവസം കഴിയും തോറും ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്ന് ആ കഥ തീരുമ്പോൾ അയാൾ കീടമായി മാറിയെന്നാണ് പറയണം.
എന്നിട്ടൊരു കൂറ എടുത്ത് കളയുന്ന കണക്ക് വേലക്കാരി ഇയാൾ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് കളയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ഇട്ടെന്നാണ്. മനുഷ്യൻ ഇങ്ങനെ ശരാശരി മനുഷ്യന് ഈ തനിക്കെതിരായിട്ടുള്ള ഇത്തരം ശക്തമായ ചില അല്ലെങ്കിൽ തന്നെ നിഷേധിക്കുന്ന ഇത്തരം അവഗണനകൾക്കകത്തൊന്നും പോസിറ്റീവ് ആകാൻ പറ്റത്തില്ല. അവന് വൈകാതെ പൂർണ്ണമായിട്ട് നഷ്ടമാകുകയേ പറ്റൂ. നമുക്ക് വെറുതെ ഈ ഒരു കൊച്ചു വർത്താനം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചെടുത്താൽ നല്ല. ഇത്തിരി ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായ പൊന്നാണയങ്ങളൊക്കെ തിരികെ പിടിക്കാൻ പറ്റും. ഒന്ന് രണ്ട് ചലച്ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്തൊക്കെ ഒരു റൂബിക് ക്യൂബ് എന്ന് പറയുന്ന ഒരു പ്രതീകം ശക്തമായിട്ട് ഉപയോഗിച്ചായിട്ട് കണ്ടു. വിശേഷിച്ചും ഇൻ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ടിങ്ങനെ ആ വീട് പോലും ഇല്ലാത്ത അച്ഛനും മകനുമാണ്. പക്ഷേ അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും റൂബിക് ക്യൂബുണ്ട്. റൂബിക് ക്യൂബ് എന്ന് പറയുന്നത് 6 വശങ്ങളുള്ള ആ ഒരു ചെറിയ കട്ടയാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിങ്ങനെ ഓരോ വർണ്ണങ്ങളും ആക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പക്ഷെ സാധ്യമാണ്. അതുകൊണ്ടാണ് ആ കളി നിൽക്കുന്നത്. അപ്പോൾ ഈ കളിയുടെ സന്തോഷം എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കാര്യങ്ങൾ നേരെയാക്കും. വീടിനകത്തെ അഭംഗികൾ, വീടിനകത്ത് സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ, വീടിനകത്ത് സംഭവിച്ച നഷ്ടങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ റൂബിക് ക്യൂബ് നേരെയാക്കുന്ന കണക്ക് തന്നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നേരെയാക്കാം. അതുവരെ സ്വന്തം ഇച്ഛാശക്തി കളഞ്ഞു പോകരുത്. തമ്പുരാൻ്റെ പൊൻകരങ്ങളുണ്ടെങ്കിൽ, കൂടുതലായി സ്നേഹം കൊടുക്കാൻ പറ്റുമെങ്കിൽ, അവഗണിച്ചതിനും നിഷേധിച്ചതിനുമൊക്കെ വല്ലാത്ത അനുതാപം പുലർത്താൻ പറ്റുമെങ്കിൽ, കുറേ കൂടി ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ഈ നാണയം നമുക്ക് തിരികെ കിട്ടും. അപ്പോൾ നമ്മുടെ മുഴുവൻ ചങ്ങാതിമാരെയും വിളിച്ചിട്ട് പറയണം, എൻ്റെ കളഞ്ഞു പോയ നാണയം, എൻ്റെ വീടിനകത്ത് കളഞ്ഞു പോയ നാണയം ഞാൻ തപ്പിയെടുത്തു. ആമേൻ.